പടം കൊള്ളാം, നല്ല പടം, നല്ല ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. സൂര്യയുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംഗം കഴിഞ്ഞൊരു കംബാക്ക് എന്ന് പറയാൻ പറ്റും. അതായത് ആസ് എ ഫാൻ, ഇവിടുത്തെ മാത്രമല്ല എക്സ്പെഷ്യലി തമിഴ്നാട് ഫാൻ, അവർക്ക് സൂര്യയെ എങ്ങനെ കാണണം, സ്ക്രീനിൽ ഇനി എങ്ങനെ കാണണം എന്നുള്ളത് അറിഞ്ഞ് അതിൽ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സൂര്യയുടെ തന്നെ ആയിട്ട് കുറച്ച് നമുക്ക് അണ്ണനെ തിരിച്ച് എങ്ങനെ സ്ക്രീനിൽ കാണണം എന്നുള്ളത് തിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈ. പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ഫേസ് ആണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് തീരണം അറിയണമല്ലോ. പടം തീർന്നു പോയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനി അടുത്ത് നമ്മളിങ്ങനെ നോക്കി കാത്തിരിക്കുന്ന പോലെയാണ് പടമുള്ള. ശരി, നമ്മൾ മലയാളത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ അത് അടുത്ത പറയാനുള്ള അവരെ, അതായത് മലയാളത്തിൽ ഇന്ദ്രൻസ് മാത്രമല്ല ഒരുവിധം കളക്ഷൻ ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെ പെർഫോമൻസും ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. കാര്യം പറഞ്ഞാൽ എല്ലാവരെയും ആർ.ജെ. ബാലാജി യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർക്കും ഒരു സ്ക്രീനിൽ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അവരുടെ ഡയലോഗ്സ്, അവരവർക്ക് ഒരു ചെറിയ ക്യാരക്ടറായ പോലും അവർക്ക് ആ സ്ക്രീനിൽ പറയാനുള്ള ഡയലോഗ് ഉൾപ്പെടെ എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് കിട്ടും. അതേപോലെ പിന്നെ പടത്തിൽ നമുക്ക് ഒരു ബോറിങ് ക്യാരക്ടേഴ്സും അങ്ങനെ ഒന്നുമില്ല. എക്സ്പ്രഷൻസ് ഒക്കെ പക്കയായിരുന്നു. ക്ലൈമാക്സ് സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ പറയാൻ പറ്റില്ല, ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയാണ് പറയാൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല ഇങ്ങനെ. പിന്നെ ഗൂസ് ബം സീൻസ് ഇഷ്ടം പോലെ, BGM പറയണ്ട, സായി മ്യൂസിക് ഹാറ്റ്സ് ഓഫ്, സീരിയസ് ആണ്. പിന്നെ സത്യം പറഞ്ഞാൽ ആർ.ജെ. ബാലാജി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് പറയാൻ തൂക്കി. തിരിച്ച് നമ്മൾ ആസ് എ സൂര്യ ഫാൻ, ആസ് എ നോർമൽ ഓഡിയൻസ് എന്ന രീതിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലാജിയുടെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് മൂവി അല്ല എന്ന് അങ്ങനെയല്ല പറയണം. അതായത് മൂക്കുത്തി അമ്മൻ നമ്മൾ കണ്ടിട്ടുണ്ട്, സെയിം ജോണറൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ കൂടെ നോക്കുമ്പോൾ അതായത് നമുക്ക് കാണാം. അതാ പറയാം, നമ്മൾ കേരള ഓഡിയൻസിനെ മാത്രം നോക്കണ്ട, തമിഴ്നാട്ടിൽ അവർക്ക് സൂപ്പർ സ്റ്റാർസിനെ കാണുന്ന ഒരു രീതി എന്താണ് വേണ്ടത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഫിലിമിന് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ എന്ത് വേണം, സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ കിട്ടണം, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമുക്ക് നമ്മുടെ അണ്ണനെ സ്ക്രീനിൽ എങ്ങനെ കാണണം എന്ന് തോന്നുന്നു, ആ സാധനം എല്ലാം ഇടയിലായിട്ട് ചെറിയ ചെറിയ ബോംബ് പോലും ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഉള്ള പടം. എന്തായാലും ഒരു കംബാക്ക് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, കംബാക്ക് തന്നെയാണ്. ഇവിടത്തെക്കാട്ടിലും ടോപ്പ് കളക്ഷൻ തമിഴ്നാട് എന്തായാലും തൂക്കും. ഇവിടത്തെക്കാട്ടിലും തൂക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള കാര്യം ആ സിനിമയിലുണ്ട്. എന്നാൽ നമ്മളെ അവരുടെ ദൈവ കാഴ്ചപ്പാടും ഇതെല്ലാം കുറച്ച് വേറെ രീതിയിലാണ്. അത് എന്തായാലും ഈ പടത്തിൽ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പടം നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റും. നല്ല രീതിയിലുള്ള പടം.